അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് LDFന് ഭരണം നഷ്ടമായ എറണാകുളം കൂത്താട്ടുകുളം നഗരസഭയിൽ CPIM വിമത UDFന്റെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി കലാരാജുവിനെയാണ് UDF സ്ഥാനാർത്ഥിയാക്കിയത്. നാളെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. S. ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ശ്യാംകുമാർ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ ക്രിസ്റ്റീന, ഈ മാസം 5-ാം തീയതിയായിരുന്നു ഈ കൂത്താട്ടുകുളം നഗരസഭയിൽ അവിശ്വാസ പ്രമേയ ചർച്ച നടക്കുകയും വൈസ് ചെയർമാനും ചെയർമാനും ഉൾപ്പെടെ ഇടതുപക്ഷത്തിന് ഭരണം നഷ്ടമാകുകയും ചെയ്തത്. അന്ന് CPMലെ വിമത അംഗമായിരുന്ന കലാരാജു ഉൾപ്പെടെയുള്ളവർ UDFന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുകയായിരുന്നു. അതേ കലാരാജുവിനെ തന്നെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടാണ് UDF നഗരസഭയിലെ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതേ സാഹചര്യത്തിൽ തന്നെ CPIM കലാരാജുവിനെ വിപ്പ് നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കലാരാജുവിനെയും മറ്റൊരു സ്വതന്ത്ര അംഗത്തെയുമാണ് ചെയർപേഴ്സണും വൈസ് ചെയർമാൻ സ്ഥാനത്തേക്കും UDF പരിഗണിക്കുന്നത്. രാഷ്ട്രീയമായി തന്നെ അത് ഇടതുപക്ഷത്തിനും വലിയ തിരിച്ചടിയാണ്. ഏതായാലും നാളെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ എന്താകും ഇടതുപക്ഷം സ്വീകരിക്കുന്ന നിലപാട് എന്നുള്ളത് നഗരസഭയിലെ നിലവിലെ സാഹചര്യത്തിൽ ഒരു പ്രത്യേക ചർച്ചാ വിഷയം തന്നെയാണ്. ശരി, S. ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.